ഡിയർ സ്റ്റുഡൻസ്, ഞാൻ SKN സാറാണ്, സുമേഷ് കൃഷ്ണൻ. നിങ്ങളെല്ലാവരും എക്സാമിനേഷൻ്റെ അവസാന ഘട്ട തയ്യാറെടുപ്പിലാണ് എന്നെനിക്കറിയാം. പല കുട്ടികളും വിളിക്കാറുണ്ട്, സാർ വളരെ നന്നായി പഠിച്ചു, NCERT വളരെ നന്നായി ഞാൻ പഠിച്ചു കഴിഞ്ഞു, എങ്കിലും എക്സാം എഴുതുന്ന സമയത്ത് 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് തെറ്റിപ്പോകുന്നുണ്ട്, ടെൻഷൻ കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2 വർഷങ്ങൾക്ക് മുൻപ് ഇതേ സമയത്ത് എന്നെ വിളിച്ച ഒരു വിദ്യാർത്ഥിനിയെ പറ്റിയിട്ടാണ്. സാർ വളരെ നന്നായി ഞാൻ പഠിച്ചിട്ടുണ്ട്, എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വളരെ നല്ല കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ ടെൻഷൻ കൊണ്ട് എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ടെൻഷൻ അടിക്കാതെ വളരെ കൂളായി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്ന് കുട്ടിയോട് പറഞ്ഞു. സാർ അതൊക്കെ ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് സാർ എന്ന് കുട്ടി മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാനൊരു കഥ പറഞ്ഞു തരാം. പണ്ട് ഒരാൾ മരിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായ കഥ. അയാൾ മരിച്ച് സ്വർഗവാതിൽക്കലെത്തിയപ്പോഴാണ് താൻ എത്തിയിരിക്കുന്നത് സ്വർഗത്തിലേക്കാണെന്ന് അയാൾക്ക് മനസ്സിലായത്. ദൈവം അയാൾ അടുത്തേക്ക് വിളിച്ചു, നിറകണ്ണുകളോടെ അടുത്തേക്ക് ചെന്നു. ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരുപാട് ദുഷ്പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എങ്കിലും അങ്ങനെ സ്വർഗത്തിലേക്ക് തന്നെ ആനയിച്ചല്ലോ. അങ്ങനെ അതാലോചിച്ച് അയാൾ ദൈവത്തിന് മുന്നിൽ കൂപ്പ് കൈകളോടെ ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ണിങ്ങനെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. ദൈവൻ പറഞ്ഞു, മകനെ, നീ കടന്നു വന്ന പാത്ത് നിനക്ക് കാണണോ എന്ന് ചോദിച്ചു. അതിനു ശേഷം അയാളെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ റൂമിൽ വലിയൊരു മിറർ, വലിയൊരു കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വളരെ ചെറിയ 2 കാൽപാദങ്ങൾ കണ്ടു. അതിനോടൊപ്പം തന്നെ വളരെ വലുതായിട്ടുള്ള വലിയ 2 കാൽപാദങ്ങളും വളരെ വലിയ 2 കാൽപാദങ്ങളും അയാൾ കണ്ടു. ദൈവം പറഞ്ഞു, ആ ചെറിയ കാൽപാദങ്ങൾ നീ ജനിച്ച് വീണ സമയത്തുള്ള നിൻ്റെ കാൽപാദങ്ങളാണ്, മറ്റേത് എൻ്റേതാണ്. നീ ജനിച്ചു വീണ സമയത്തെ ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ പിച്ച വച്ച് നടക്കുന്ന സമയത്ത്, കാലിടറി വീഴുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. അയാൾ വീണ്ടും ദൈവത്തിന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. അതിനുശേഷം അയാൾ ഭൂമിയിൽ ചെയ്ത കുറേ പ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ കണ്ടു, ദുഷ്പ്രവൃത്തികൾ കണ്ടു. അതേസമയം ഈ ചെറിയ കാൽപാദം വലുതായി വന്നു. പെട്ടെന്ന് തന്നെ 2 കാൽപാദങ്ങൾ അല്ലെങ്കിൽ ഒരു ജോഡി കാൽപാദങ്ങൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഇതെന്താണ് ദൈവമേ എന്ന് അയാൾ ചോദിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നീ അനുഭവിച്ച സമയമാണ്, നീ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച സമയമാണ് ഇത് എന്ന് ദൈവം ഉത്തരം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ദൈവമേ, ഞാൻ പിച്ച വച്ച് നടന്ന സമയത്ത്, എൻ്റെ കാലിടറി വീണ സമയത്ത് അതുമുതൽ അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച സമയത്ത് മാത്രം അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. അതാലോചിച്ച് വീണ്ടും അയാൾ പൊട്ടിക്കരഞ്ഞു. ദൈവം അയാളെ ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, മകനെ, ഈ കാണുന്ന കാൽപാദങ്ങൾ നിൻ്റേതല്ല, അത് എൻ്റേതാണ്. നിനക്ക് വിഷമമുണ്ടായ സമയത്ത്, നിനക്ക് ദുഃഖം അനുഭവിച്ച സമയത്ത്, നീ ടെൻഷൻ അനുഭവിച്ച സമയത്ത് നിന്നോടൊപ്പം ഞാനുണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, നീ എൻ്റെ ചുമലിലായിരുന്നു. നിനക്ക് ദുഃഖമുണ്ടായപ്പോൾ, നിനക്ക് ദുരിതമുണ്ടായ സമയത്ത് ഞാൻ നിന്നെ ചുമലിലേറ്റുകയായിരുന്നു. മക്കളെ, ഇതൊരു പോസിറ്റീവായിട്ടുള്ള തോട്ടാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പാരൻസിൻ്റെ അനുഗ്രഹമായിരിക്കാം, നിങ്ങളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമായിരിക്കാം. ആ പെൺകുട്ടി ഈ കഥ കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞു. ഇന്ന് എൻ്റെ വാപ്പ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ വാപ്പ എന്നോടൊപ്പമില്ല. വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാനൊരു ഡോക്ടറായി തീരുക എന്നത്. എൻ്റെ വാപ്പയുടെ അനുഗ്രഹം എന്നോട് എപ്പോഴും ഉണ്ടാവും സാർ. ഞാൻ വളരെ നന്നായി പഠിക്കും, ഇനി എനിക്ക് ക്വസ്റ്റ്യൻ തെറ്റുകയില്ല. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ കോളേജിലിരുന്നു കൊണ്ട് ആ പെൺകുട്ടി എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം.
ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അത് ഗുരുനാഥന്മാരുടെ അനുഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹമായിരിക്കാം. അത് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. മക്കളെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. മക്കളെ, എന്തിനേറെ പറയുന്നു, ബ്രില്യൻറ്റിലെ ഓരോ മണൽത്തരിയും നിങ്ങളുടെ വിജയത്തിനായി കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.